നമുക്ക് ഈ വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യം നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. അങ്കത്തട്ടൊരുക്കി ഇന്ദ്രപ്രസ്ഥം. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 8 നടക്കും. ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 11 വോട്ടെണ്ണൽ. 70 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഇന്ന് നിലവിൽ വന്നു. ജനുവരി 14 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാവും ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സർക്കാർ ജനങ്ങളെ സേവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം AAPക്ക് വോട്ട് ചെയ്താൽ മതി. ജനങ്ങൾ ഇത്തവണ സന്തോഷത്തോടെയായിരിക്കും വോട്ട് ചെയ്യുകയെന്നും കെജ്രിവാൾ പറഞ്ഞു. Date of poll is 8th February 2020 Saturday. A counting of votes shall be done on 11th February 2020. Date before which election shall be completed is 12th January or the time of notification, whichever is earlier. The notification will be issued on 14th January 2020 Tuesday. Last day of nominations is 21st January 2020 Tuesday. Last date of withdrawal of candidature is 24th January Friday. इस बार दिल्ली का चुनाव दिल्ली सरकार के कामों पे होगा. लोग मन बना चुके हैं कि इस बार काम पे वोट डालेंगे. ये शायद 70 साल के इतिहास में पहली बार होगा कि वोट स्कूलों के नाम पे पड़ेगा, वोट अस्पतालों के नाम पे पड़ेगा. पॉजिटिव वोट. अभी तक वोट इसलिए पड़ता था कि स्कूल खराब हो गए, सड़कें ठीक नहीं कराई, पानी ठीक नहीं किया. इस बार लोग खुशी से वोट देंगे, पॉजिटिव वोट देंगे कि सड़कें बहुत अच्छी हो गई जी, स्कूल बहुत अच्छे हो गए जी, अस्पताल बहुत अच्छे हो गए जी, दवाइयाँ अच्छी मिल रही हैं जी. सो इस बार लोग पॉजिटिव वोट, तीर्थ यात्रा होके आए हैं जी, तो इस बार लोग पॉजिटिव वोट देंगे. ये चीज़ शायद भारत के इतिहास में पहली बार होगी. ദില്ലിയിലെ ഈ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് നമുക്ക് വേഗം വരാം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എത്തിയിരിക്കുന്നു. ശബരിമല പുനഃപരിശോധനാ ഹർജി ജനുവരി 13 പരിഗണിക്കും. 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, നേരത്തെ 7-അംഗ ബെഞ്ചായിരിക്കും ഈ ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുക എന്നതായിരുന്നു സൂചനയെങ്കിൽ ഇപ്പോൾ അത് മാറി 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ ഹർജി പരിഗണിക്കുന്നത്. മാത്രവുമല്ല, അത് വളരെ വേഗം തന്നെ ജനുവരി 13 തന്നെ കേൾക്കാൻ തീരുമാനമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശബരിമല പുനഃപരിശോധനാ ഹർജി നേരത്തെ 5-അംഗ ബെഞ്ച് 7-അംഗ ബെഞ്ചിന് വിട്ടുകൊണ്ട് തീരുമാനമായിരുന്നു. ഇപ്പോൾ ശബരിമല പുനഃപരിശോധനാ ഹർജി ജനുവരി 13 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിക്കുന്നത് എന്ന വാർത്തയാണ് വരുന്നത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? 7-അംഗ ബെഞ്ച് മാറി 9-അംഗ ബെഞ്ചിലേക്കാണ് ശബരിമല പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ പോകുന്നത്. അത് ജനുവരി 13 വാദം കേൾക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ ശബരിമല പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് ഒരുപക്ഷെ വൈകുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 9-അംഗ ഭരണഘടനാ ബെഞ്ച് 13 കേൾക്കാൻ പോകുന്നുവെന്നാണ്. രാധാകൃഷ്ണൻ, കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അരുൺ, ഏറെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ആദ്യ കോടതിയുടെ ഈ പുതുവത്സരത്തിന് ശേഷം ആദ്യ പ്രവൃത്തി ദിവസമായിട്ടുള്ള ഇന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ജനുവരി 13 9-അംഗ ബെഞ്ചായിരിക്കും ഈ കേസിൽ പുനഃപരിശോധന ഹർജിയിൽ വാദം കേൾക്കുക. അന്ന് തന്നെ ഒരുപക്ഷെ ഈ ഹർജിയിലെ സമ്പൂർണ്ണ വാദം പൂർത്തിയാക്കി വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് നേരത്തെ തന്നെ കോടതി സമ്മതിച്ചിരുന്നു. 9 ബെഞ്ചാണ് ഈ പുനഃപരിശോധനാ ഹർജി കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിലെ അംഗങ്ങളുടെ അവസാന പട്ടിക ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു ബെഞ്ച്, ഈ ഒരു കേസ് പരിഗണിക്കുന്ന വിഷയം. 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് യുവതീ പ്രവേശനം തടഞ്ഞ വിധി. അത്
നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളതാണ്. ഭരണഘടനാപരമായി യുവതികൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ലംഘനമാണോ ഇപ്പോൾ നിൽക്കുന്ന ആചാരവും നിലവിലുണ്ടായിരിക്കുന്ന വിധിയും എന്നുള്ള പരിശോധനയായിരിക്കും ഏറ്റവും പ്രധാനമായും നടക്കുക. ഇതിനെ തുടർന്നാകും ഇതിനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മറ്റു ഹർജികളിൽ വേണ്ട തുടർ നടപടികൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നിശ്ചയിക്കപ്പെടുന്നത്. അരുൺ, നിലവിൽ 7 ബെഞ്ചിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചില സൂചനകൾ ആദ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ 9 ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ടോ ആർ കെ? നിലവിൽ ഞാൻ ആർ കെയിലേക്ക് തിരികെ വരാം. ചെറിയ രീതിയിൽ ഒരു സാങ്കേതിക തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. ആർ കെക്ക് അതിപ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് തിരികെ വരാം. ഇപ്പോൾ റൈറ്റ്, ആർ കെ തുടരാം. തീർച്ചയായിട്ടും അരുൺ, 7 ബെഞ്ചിന്റെ പരിഗണനയിലാകും ഈ കേസ് വരിക എന്നുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് വരേണ്ടത്. 5 ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ച ഒരു കേസിൽ പുനഃപരിശോധനാ ഹർജി അനുവദിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് തീർപ്പാക്കേണ്ടത് പിന്നീട് പരിഗണിക്കേണ്ടത് 7 ബെഞ്ചാണ് എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ മറ്റൊരു നിർബന്ധം ഈ ഒരു വിഷയത്തിൽ ഇല്ല. പക്ഷേ അതുകൊണ്ട് ഈ ഒരു കേസിന്റെ പ്രാധാന്യം ഒരുപക്ഷെ ഈ കേസ് പരിഗണിച്ച ബെഞ്ചിന്റെ അടക്കമുള്ള ഒരു സാന്നിധ്യം പൂർണ്ണമായിട്ടും ഉറപ്പാക്കിക്കൊണ്ട് എന്നാൽ സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന പിന്നീടും ഉണ്ടാകണം എന്ന ചീഫ് ജസ്റ്റിസിന്റെ ഒരു താല്പര്യം കൂടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാകണം ഈ വിശാലമായിട്ടുള്ള ബെഞ്ച് 9 ബെഞ്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 9 ബെഞ്ച് നിശ്ചയിക്കപ്പെട്ടത് ചില സൂചനകൾ കൂടി നൽകുന്നതാണ്. കാരണം നിശ്ചയിക്കപ്പെട്ട 5 ഭരണഘടനാ ബെഞ്ച് നിശ്ചയിക്കപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള പുനഃപരിശോധന വീണ്ടും ഉണ്ടാകണം എന്ന സുപ്രീം കോടതിയുടെ താല്പര്യമാണ് ഇത്. 2 വിഭാഗത്തെയും കേൾക്കാനും 2 വിഭാഗത്തിന്റെയും വാദങ്ങൾ പരിശോധിക്കാനും ഈ 9 ബെഞ്ചിന് വീണ്ടും സമയം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ അനുബന്ധമായിട്ടുള്ള നടപടികൾ, ഒരുപക്ഷെ വാദം അന്ന് തന്നെ പൂർത്തിയാക്കും എന്ന നടപടികൾ ഉണ്ടായാൽ പോലും അനുബന്ധമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുന്നതടക്കമുള്ള നടപടികൾ മറ്റു ജഡ്ജിമാർക്ക് സംശയം ആർ കെ, നിലവിൽ ഈ ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളും മതേതരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കൂടി ഈ ഭരണഘടനാ ബെഞ്ച് കേൾക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മതവും ഭരണകൂടവും, മതത്തിൽ ആരാണ് മാറ്റം വരുത്തേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ സ്വാഭാവികമായും ഈ വിശാലമായ ബെഞ്ചിന് വിട്ടുകൊണ്ടാണെന്ന് 5 ഭരണഘടനാ ബെഞ്ച് ഉണ്ടായത്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഈ 13-ാം തീയതി വാദം കേട്ടു തുടങ്ങുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു സമയനിശ്ചയം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അടുത്ത ദിവസമായിരിക്കും ഉണ്ടാവുക. നമുക്ക് അറിയാൻ സാധിക്കുന്നത് കോടതിയെ സംബന്ധിച്ച് മുഴുനീള വാദം കേൾക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ജനുവരി 13-ന് സമ്പൂർണ്ണമായിട്ട് ഈ വാദം കോടതി കേൾക്കും. അതിനെ തുടർന്നായിരിക്കും എന്ത് നടപടികളിലേക്ക്, ഒരുപക്ഷെ കൂടുതൽ ദിവസമെടുത്ത് വാദം കേൾക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് അടക്കം കോടതി പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാകും. കൂടുതൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിൽ 50ഓളം കക്ഷികളാണ് ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമായി ചേർന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാദം കേൾക്കേണ്ട ഒരു സാഹചര്യം വരും. സമ്പൂർണ്ണമായിട്ടുള്ള വാദം കേൾക്കുന്ന ഘട്ടത്തിൽ പുതുതായിട്ടുള്ള വാദങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് അർഹമായിട്ടുള്ള പരിഗണനയും സമയവും നൽകേണ്ട ഒരു സാഹചര്യം കൂടി വരും. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. അതിനുശേഷമാകും കോടതി ഈ ഒരുപക്ഷെ സമയം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസത്തിലേക്ക് വാദം നടക്കുന്ന ഉണ്ടാകും. അരുൺ, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജിയിൽ ജനുവരി 13-ാം തീയതി പുനഃപരിശോധനാ ഹർജി 9 ഭരണഘടനാ ബെഞ്ച് കേൾക്കുമെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയായിരുന്നു. അത് വിശാലമായ മറ്റൊരു ബെഞ്ചിന് 7 ഭരണഘടനാ ബെഞ്ചിനടക്കം വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അത് 7 ഭരണഘടനാ ബെഞ്ചല്ല ഇപ്പോൾ ഇത് പരിഗണിക്കുന്നത്. 9 ഭരണഘടനാ ബെഞ്ചായിരിക്കും. മതവും വിശ്വാസവും അടക്കമുള്ള വിഷയങ്ങളിൽ നിർണായകമായ ചില ചോദ്യങ്ങളാണ് അന്ന് 5 ഭരണഘടനാ ബെഞ്ച് ഉന്നയിച്ചിരുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒരുപക്ഷെ ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഈ വാദം കേൾക്കുന്നതിന് ശേഷം വിധിയായി തന്നെ ഉണ്ടാവും എന്നും നമ്മൾ കരുതുന്നു. എന്തായാലും ജനുവരി മാസം 13-ാം തീയതി ശബരിമല
പുനഃപരിശോധന ഹർജിയിന്മേലുള്ള വാദം തുടങ്ങും. അത് 9-അംഗ ഭരണഘടനാ ബെഞ്ച് ആ വാദം കേൾക്കുമെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ വരുന്നു. ഫെബ്രുവരി 8-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 11-നായിരിക്കും വോട്ടെണ്ണലും നടക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ ഡൽഹിയിൽ എന്താണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം എന്നുകൂടി നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ ചിത്രം എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കുന്നു. 2015-ലെ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഘടകം എന്നുകൂടി നോക്കാം. ആം ആദ്മി പാർട്ടി 70 സീറ്റുകളിൽ മൊത്തം 67 സീറ്റുകളും ആം ആദ്മി പാർട്ടി നേടിയിരുന്നു. BJPക്ക് 3 സീറ്റാണ് നേടാനായത്. ഒരുപക്ഷെ ഒരു കാലത്ത് ഡൽഹി മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനാകാതെ പോയ വർഷമായിരുന്നു 2015. 67-ൽ പക്ഷേ 5 ആം ആദ്മി പാർട്ടി MLA-മാരെ പിന്നീട് അയോഗ്യരാക്കുകയുണ്ടായി. ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് 61 MLA-മാരാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. BJPക്ക് 3-ഉം അകാലിദളിന് 1 MLA-യുമാണ് ഇപ്പോഴുള്ളത്. ആം ആദ്മി പാർട്ടിക്ക് 67ആണ് 2015 സമ്മാനിച്ചതെങ്കിൽ 2020 എത്ര MLA-മാരെ ആം ആദ്മി പാർട്ടിക്ക് സമ്മാനിക്കുക? ഒരു കാര്യം കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. 2019-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വലിയ രീതിയിൽ തൻ്റെ പ്രതിച്ഛായ വഴി ദില്ലിയിൽ നേടിയിരുന്നു. ആകെയുള്ള 7 സീറ്റുകളും BJPയാണ് സ്വന്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ഫലസൂചനയാണ് 2020-ൽ ഉണ്ടാവുന്നതെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ ആം ആദ്മി പാർട്ടി പറയുന്നത് തൻ്റെ പ്രവർത്തന മികവിന്, സർക്കാരിൻ്റെ പ്രവർത്തന മികവിന് വോട്ട് രേഖപ്പെടുത്തണം, പോസിറ്റീവ് വോട്ടിന് വേണ്ടി ജനങ്ങൾ എത്തണം എന്നാണ് പറയുന്നത്. നിലവിൽ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉണ്ടാവുക എന്നുള്ളത് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. 2013-ലെ കൂടി നമുക്കൊരു കണക്ക് പരിശോധിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് തിരികെ വരാം. 2013-ൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ആദ്യമായി ആം ആദ്മി പാർട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയം BJP അന്ന് നേടിയത് 32 സീറ്റുകളാണ്. പക്ഷേ തൊട്ടു പിന്നിൽ ആം ആദ്മി പാർട്ടിക്ക് എത്താൻ സാധിച്ചിരുന്നു 28. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ കൃത്യമായ ധാരണകളില്ലാത്തൊരു സാഹചര്യത്തിൽ അന്ന് BJPയാണ് അധികാരത്തിലേക്ക് പോകുന്നത്. കോൺഗ്രസ് 8 സീറ്റും മറ്റുള്ളവർ 2 സീറ്റുമാണ് നേടിയത്. അന്ന് നേരിയ വ്യത്യാസത്തിൽ BJP അധികാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് 2015-ലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2015-ൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 67 സീറ്റുകളിലേക്ക് 28-ൽ നിന്ന് 67 എന്ന രീതിയിലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കോൺഗ്രസ് 8 സീറ്റിൽ നിന്ന് 0 സീറ്റിലേക്ക് പോയിരുന്നു. BJPയുടേതാവട്ടെ നേരത്തെ ഉണ്ടായിരുന്ന 32-ൽ നിന്ന് 3 കുറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. 2020-ൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിന് നിർണായകമാവുക എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കെജ്രിവാൾ സർക്കാരിൻ്റെ വികസന പ്രവൃത്തികളായിരിക്കും സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. ഇന്ന് അത്രയധികം ആത്മവിശ്വാസത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളോട് പോസിറ്റീവ് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരണമെന്ന് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ മാധ്യമ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധം ഇന്ത്യയിൽ എന്ന പോലെ തന്നെ ഡൽഹിയിലായിരുന്നു അതിൻ്റെ എപ്പിസെന്റർ, പ്രഭവ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ജാമ്യ മിലിയയും അലിഗഡ് യൂണിവേഴ്സിറ്റിയും ഇന്ന് ആക്രമണം നടന്ന JNU സർവകലാശാലയും അടക്കമുള്ള ക്യാമ്പസുകൾ നിൽക്കുന്ന ദില്ലിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ ജുമാ മസ്ജിദിലും ദില്ലി നഗരത്തിലും കണ്ട പ്രതിഷേധങ്ങൾ അത് സ്വാഭാവികമായും എങ്ങനെയായിരിക്കും ദില്ലിയിലെ ഒരു ശരാശരി വോട്ടറെ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായും അത് മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയകളിൽ അത് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ ഒരു ചായ്വുണ്ടാക്കുമ്പോൾ എത്രമാത്രം ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു മാറ്റാൻ കോൺഗ്രസിന് സാധിക്കുമെന്നാണ് അറിയേണ്ടത്. PC ചാക്കോയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ അയോധ്യ വിധിയാണ്. അയോധ്യ വിധി ഉണ്ടാക്കിയിരിക്കുന്ന പൊതുവെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ വോട്ട് ബാങ്കിനെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ദില്ലിയിലെ ഒരു മധ്യവർഗ വോട്ടറെ സ്വാധീനിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തത് പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനവും ഒപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വായുമലിനീകരണത്തിൻ്റെ തോതും ദില്ലിയിലെ ജീവിതത്തെ ഒരുപാട് ബാധിച്ചിരിക്കുന്നു. ദില്ലിയിലെ സർക്കാർ ഇടപെടുകയും ഗതാഗത നിയന്ത്രണം നടത്തുകയും ചെയ്തത് എത്രമാത്രം ഡൽഹിയിലെ മധ്യവർഗ ഒപ്പം തന്നെ ലോവർ മിഡിൽ ക്ലാസ്സിലെയും ലോവർ ക്ലാസ്സിലെയും ജനവിഭാഗങ്ങളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു, അതെങ്ങനെയായിരിക്കും അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറ്റാൻ പോകുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചുരുക്കത്തിൽ ഈ 4 പ്രധാനപ്പെട്ട മേജർ 4 ഫാക്ടേഴ്സ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കേന്ദ്ര സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിലെ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു, അധികാരത്തിൽ വന്നിട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് തെരഞ്ഞെടുപ്പിലേക്ക് ദില്ലി പോകുന്നത് എന്നതുകൂടി ആലോചിക്കണം. ഈ ഘട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭരണ മികവ് വളരെ നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. 2 JNUവിലുണ്ടായ അക്രമങ്ങളും പ്രക്ഷോഭങ്ങളും അതിനുശേഷം വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ അലയൊലികൾ എങ്ങനെയായിരിക്കും ആ സമൂഹത്തെ ബാധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര ഭരണ സംസ്ഥാനത്തിൻ്റെ വിലയിരുത്തൽ എന്ന പ്രക്രിയയുമാണ് ദില്ലി തെരഞ്ഞെടുപ്പിനെ മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. 2010-ൽ
BJPക്ക് ഉണ്ടായിരുന്ന ഒരു സ്ലൈറ്റ് എഡ്ജ് 2013 ഉണ്ടായിരുന്ന ഒരു സ്ലൈറ്റ് എഡ്ജ് 2015 ആകുമ്പോഴേക്കും നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. 2010 കോൺഗ്രസ്, 2013 BJP, അതിനുശേഷം 2015 ആം ആദ്മി പാർട്ടി, 2020 എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപിടി പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുന്നുവെങ്കിലും ദില്ലി തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് 4 പ്രധാനപ്പെട്ട ബിഗ് 4 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത്. ഭരണമികവ് തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ BJP സ്വാഭാവികമായും പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ, അയോധ്യ വിധി അടക്കമുള്ള വിഷയങ്ങളിലുള്ള ഒരു കൗണ്ടർ സ്ട്രാറ്റജി, സോഫ്റ്റ് ഹിന്ദുത്വ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിടുന്നുണ്ടാവാം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കുള്ള ആത്മവിശ്വാസത്തിന്റെ കാരണം? തീർച്ചയായിട്ടും ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് എത്തുന്നത് എങ്കിലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ അതിശക്തമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഡൽഹിയിൽ നടക്കുക. ഏറെ പ്രധാനമായിട്ടും ഉള്ളത് രാജ്യതലസ്ഥാനം ആണ് എന്ന പ്രാധാന്യം തന്നെയാണുള്ളത്. 70 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67 വിജയിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. BJPക്ക് 3 സീറ്റുകൾ കിട്ടിയപ്പോൾ കോൺഗ്രസിന് 1 സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് 15 വർഷത്തോളം തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് ഡൽഹി എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എല്ലാ പാർട്ടികൾക്കും, 3 പാർട്ടികൾക്കും പ്രത്യേകിച്ച് അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചേ മതിയാകൂ. ഇത് അവരുടെ രാഷ്ട്രീയ നിലപാടിന്, അവരുടെ രാഷ്ട്രീയ സാധ്യതകൾക്ക് ഒക്കെ അനിവാര്യമാണ്. BJP സംബന്ധിച്ച് ജാർഖണ്ഡിന് ശേഷം എത്തുന്ന ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ശക്തി തെളിയിക്കുന്നതിന് ഒപ്പം ഘടകകക്ഷികളെ ഒപ്പം നിർത്തുന്ന വിജയം അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കുള്ള ഒരു നേട്ടത്തിനുകൂടി ഇത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് അടുത്ത ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം. 70 നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ എത്തിയാൽ മാത്രമേ രാജ്യത്ത് മോദി, അമിത്ഷാ എഫക്റ്റ് നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് മോദി എഫക്റ്റ് നിലനിൽക്കുന്നു എന്ന വാദം വീണ്ടും BJPക്ക് ഉന്നയിക്കാനായി സാധിക്കൂ. അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി എഫക്റ്റ് രാജ്യത്ത് മങ്ങുന്നു എന്ന് BJPക്ക് ഫലത്തിൽ സമ്മതിക്കേണ്ടി വരും. രാജ്യതലസ്ഥാനത്തുണ്ടാകുന്ന ഈ വലിയ പരാജയം BJPക്ക് ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 നേടി വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. പക്ഷേ ഇപ്പോഴും BJP അലട്ടുന്നത് കെജ്രിവാളിന് പകരമായി വയ്ക്കാൻ BJPക്ക് ഡൽഹിയിൽ ഒരു മുഖമില്ല എന്നുള്ളത് തന്നെയാണ്. മീനാക്ഷി ലേഖിയാണ് ഇപ്പോൾ BJP ഏറ്റവും പ്രധാനമായും കണ്ടുവച്ചിരിക്കുന്നത്. ഒപ്പം മുൻ ഹർഷവർദ്ധനെയും BJP കണ്ടുവയ്ക്കുന്നുണ്ട്. ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മനോജ് തിവാരിയുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും അതിശക്തമായിട്ടുള്ള പോരാട്ടം ഡൽഹിയിൽ BJP കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് നരേന്ദ്രമോദിയും അമിത്ഷാ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും രാഷ്ട്രീയമായി നിലനിൽപ്പിന് അനിവാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67 സീറ്റുകളിലാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണയും കെജ്രിവാളിന് അത്രയെങ്കിലും അതോളം സീറ്റുകളെങ്കിലും നേടിയാൽ മാത്രമേ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തേക്ക് കാര്യങ്ങളെത്തൂ. കോൺഗ്രസ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ആം ആദ്മിയുമായിട്ട് ഒരു സഖ്യമാണ്. 25 സീറ്റുകൾ ലഭിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അതിന് ആം ആദ്മി പാർട്ടി തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ പോരാട്ടം വന്നാലും കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കുമ്പോൾ നിർണായക പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിക്കുമെന്നാണ് കോൺഗ്രസും ഇപ്പോൾ കരുതുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നു. JNUവിലെ അക്രമങ്ങൾ ആസൂത്രിതമെന്ന തെളിവുകൾ പുറത്ത്. സംഘപരിവാർ അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷ ഐഷി ഘോഷ് അടക്കമുള്ളവർ എയിംസ് ആശുപത്രി വിട്ട് ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പസിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അക്രമ സംഭവങ്ങളെ തുടർന്ന് കടുത്ത ഭീതിയിലാണ് മലയാളി വിദ്യാർത്ഥികൾ. 70 लोग नकाब पहने हुए ब्लैक मास्क में आए, क्लॉथ मास्क में स्टूडेंट्स बढ़ने भागने लगे अपने जान के लिए. वो आए और बेरहमी से हम लोग जो JNUവിൽ RSSന്റെ ഗുണ്ടകളും ABVPയും അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് പറഞ്ഞത്. കൊലപ്പെടുത്താൻ കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ് നടന്നത്. രാജ്യത്തെ എല്ലാ കേന്ദ്ര സർവകലാശാലകളിലും ABVP അക്രമം അഴിച്ചുവിടുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ഐഷി ഘോഷ് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി സമരം അടിച്ചമർത്താനാകില്ലെന്നും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഐഷി ഘോഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. कल JNU में हुआ ये कोई आइसोलेशन में नहीं है. सबसे पहले क्रांति का इस्तकबाल फिर से मैं बोलना चाहूंगी जामिया के स्टूडेंट्स को, अलीगढ़ मुस्लिम यूनिवर्सिटी के स्टूडेंट्स को जो ब्रूटली अटैक हुए हैं और इसको हर रोज फेस कर रहे हैं.
और शायद ही कि 50 साल में पहली बार जेएनयू के कैंपस के अंदर ये हुआ कि आरएसएस के गुंडों के भेजकर एबीवीपी के साथ जो आरएसएस एफिलिएटेड प्रोफेसर्स हमारे कैंपस के अंदर है मिलके एक ऑर्गेनाइज्ड अटैक स्टूडेंट्स के ऊपर करवाए हैं और उसका शिकार हम में से बहुत कई लोग हैं. JNU-വിൽ നടന്ന അക്രമത്തെ അപലപിച്ച് നിരവധി നേതാക്കളാണ് രംഗത്തെത്തിയത്. പല രീതിയിൽ JNU ഒരു ഭീകരാക്രമണത്തിന് സമാനമായ സാഹചര്യമാണ് ഒരുക്കുന്നത് എന്നതാണ് നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നത്. ദില്ലിയിൽ ബോംബെയിൽ നടന്ന ഭീകരാക്രമണത്തിന് സമാനമാണ് ദില്ലിയിൽ JNU-വിൽ നടന്ന ആക്രമണമെന്നും നേരത്തെ ഉദ്ധവ് താക്കറെ അടക്കമുള്ളവർ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. യുവാക്കളുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് സോണിയാഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും JNU-വിലുണ്ടായ ഈ അക്രമ സംഭവങ്ങളിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ചില മെസ്സേജുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പിൽ നിന്ന് യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ലെഫ്റ്റ് എന്നുണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ വഴി ഈ അക്രമത്തെ അവർ ഏകോപിപ്പിക്കുകയായിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് സംഘപരിവാർ അനുകൂല സംഘടനകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശങ്ങൾ പുറത്തു പോയത് എന്നൊരു വലിയ ആരോപണം നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അക്രമങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംഘടിച്ചുണ്ടാക്കിയ ആസൂത്രിതമായ നീക്കമെന്നാണ് ABVP അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. JNU-വിലെ പ്രതിഷേധം ഒരു നിലവിട്ടു പോകുന്നതിനെ BJP-ക്കുള്ളിലുള്ള ക്യാമ്പിലും അമർഷമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ മരട് വിഷയത്തിലേക്ക് പോകുന്നു. മരടിൽ ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. മരടിൽ പൊളിക്കുന്ന ഫ്ളാറ്റുകൾക്ക് സമീപത്തു നിന്നും കൂടുതൽ ജനങ്ങൾ വീടൊഴിയുകയാണ്. തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഇതിനിടെ ഉദ്യോഗസ്ഥർ വീടുകൾ കയറി ബോധവൽക്കരണം ആരംഭിച്ചു. ഫ്ളാറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നത് ഇന്നും തുടരുകയാണ്. വിവരങ്ങൾ അബ്ദുൾ റഹീം നൽകും. അബ്ദുൾ റഹീം, ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഇപ്പോൾ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിലും ബോധവൽക്കരണ ശ്രമത്തിലൂടെ ഈ പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നാണ് സർക്കാർ കരുതുന്നത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തും എന്ന ഒരു പ്രഖ്യാപനം നേരത്തെ തന്നെ ഇത്തരത്തിൽ മരട് ഫ്ളാറ്റ് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഇത്തരത്തിൽ ജനങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ആ ഒരു സമയത്ത്, അതായത് ഇന്നും നാളെയുമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തും എന്നതായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മരട് നഗരസഭ സെക്രട്ടറിയായ നദീറ ഈ ഒരു അമർഷം, അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയത്തിലുള്ള അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്നേഹിൽ കുമാറിനെ നേരിട്ട് നദീറ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം കാര്യങ്ങളും നൽകിയിട്ടില്ല. മറ്റൊന്ന്, ഇത്തരത്തിൽ അതായത് ഈ മരട് ഫ്ളാറ്റ് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, നഗരസഭ എന്തെല്ലാം നടപടിക്രമങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന വിഷയത്തിലും ഇത്തരത്തിൽ നഗരസഭയ്ക്കോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ജനപ്രതിനിധികളെ ഒഴിവാക്കി നിർത്തുന്നു എന്നൊരു ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ വീടുകൾ കയറിയിറങ്ങിയുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിൽ നിന്നുള്ള ആളുകൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മരട് ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ കൂടുതലായും ഈ വീടുകൾക്ക് കാര്യമായി തന്നെ ബലക്ഷേമം അല്ലെങ്കിൽ അത് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു അടിയന്തര യോഗം സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ, അതായത് നഗരസഭയെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അരുൺകുമാർ. റൈറ്റ് റഹീമ, ഇനി ഈ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതടക്കമുള്ള പരിപാടികൾ ഇപ്പോൾ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? ഇത് ചിത്രീകരിക്കുന്നതിനടക്കം പലതരത്തിലുള്ള വിലക്കുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു നേരത്തെ. നമ്മൾ തന്നെ ഇവ ചിത്രീകരിക്കുന്നതിനാവശ്യമായി ചില അനുമതികൾക്ക് വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും മുൻകരുതലുകളോ ചില നിയന്ത്രണങ്ങളോ പരിമിതികളോ ഇപ്പോൾ അധികൃതർ നമ്മളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടോ?
നിലവിൽ അത്തരത്തിലൊരു നിയന്ത്രണമില്ല. പക്ഷേ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് കാര്യമായ ഒരു നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് കാര്യമായ ഒരു നിയന്ത്രണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതായത് ആദ്യം പൊളിക്കുന്ന H2O ഫ്ളാറ്റിലും അതുപോലെ തന്നെ ആൽഫ സെറിൻ ഫ്ളാറ്റുകളിലുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഇത്ര മീറ്റർ പരിധിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതല്ലാതെ കാര്യമായ ഒരു നിയന്ത്രണത്തിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നിലവിൽ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്താൻ ആവശ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് കടക്കുന്നതിന് നിലവിൽ വിലക്കുകളുണ്ട്. മറ്റുള്ള കൂടുതലായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ഏതായാലും നിലവിൽ 2 ഫ്ളാറ്റുകളിലും അതായത് ആദ്യം പൊളിക്കുന്ന H2O ഫ്ളാറ്റിലും അതുപോലെ തന്നെ ആൽഫ സെറിൻ ഫ്ളാറ്റുകളിലുമുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും റഹീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ ആദ്യം പൊളിക്കുന്ന H2O ഫ്ളാറ്റിലും ഒപ്പം തന്നെ ആൽഫ സെറിൻ ഫ്ളാറ്റിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. വലിയ രീതിയിലുള്ള നിയന്ത്രണം പൊളിക്കുന്ന ദിവസം ജനുവരി 11ഉം 12ഉം തീയതികളിലുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് റഹീം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ വാർത്തകൾ വിശദമായി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം ജോൺ മാത്യു എത്തും 24/24. നമസ്കാരം.